ആ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? നമ്മൾ ഒരുപാട് കളയണ ഭക്ഷണങ്ങളും അതുപോലെ നമ്മൾ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ ഓരോന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങണോ ചെയ്യണോ ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഒരു പൊതി ചോറ് നമുക്ക് ഇതുപോലെ വയസ്സായ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത് വലിയ പുണ്യമാണ്. മക്കളെ നമ്മൾ വലുതാവും തോറും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊരു സംഭവം നമുക്ക് ഒരു വെള്ളം വാങ്ങി കൊടുക്കാനും അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നിടത്താണ് നമ്മുടെ മക്കൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അറിയുള്ളൂ. അല്ലാതെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതെ അവർക്ക് അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് ആൾക്ക് കൊടുക്കും. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ആ ഒരു അച്ഛനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. രാവിലെ ഉള്ള സമയത്ത് ഒരു വെള്ളമോ ഒന്നുമില്ല, നമ്മൾ ആ ഒരാളെ തന്നെ നോക്കുക ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്ക് ഭയങ്കര വിഷമായിട്ട് രാവിലെയൊക്കെ ഒരു ചായ കിട്ടാനൊക്കെ ചില സമയങ്ങളിൽ വയസ്സായ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്ന സമയമാണ്. ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞതിൻ്റെ അടുത്ത് ഒരുപാട് ചെയ്തു കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തികമായിട്ട് നമ്മളെ അടുത്ത് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താണ് നമ്മളെ കൊണ്ട് കഴിയണ വെച്ചാൽ അത് മാത്രം ചെയ്യുക. അതെല്ലാവരും അങ്ങനെ നമ്മൾ എവിടെയാണോ ഇരിക്കണ വെച്ചാൽ എല്ലാവരും അതുപോലെ ചെയ്യണം. നമുക്ക് നമ്മളെ മക്കളേനും പഠിപ്പിച്ചു കൊടുക്കണം, എന്നാലേ നമ്മളെ തലമുറ നല്ലത് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു മെസ്സേജ് മാത്രം ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു മെസ്സേജിൽ കൂടെ ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബ് കൂടാനോ നമ്മൾ ഒരുപാട് നമുക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടതേ അല്ല. നമുക്ക് നല്ലത് ആ സമയത്ത് ആ ഒരു അച്ഛനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ ഇരുന്ന് കരഞ്ഞു കേട്ടോ, ഭയങ്കരമായിട്ട് കരഞ്ഞു. നമ്മൾ ആ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ വേഗം കട്ടാക്കിയത്. അച്ഛൻ കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. നമ്മൾ അകലെ നിന്നിട്ട് നമ്മൾ വിട്ടു നിന്ന് നോക്കുമ്പോൾ അവർ അത്രത്തോളം ആ രാവിലത്തെ സമയത്ത് അവർ ഒരു കുപ്പിയിലൊരു വെള്ളം കൂടി അവരെ കയ്യിലില്ല. ആ സമയം നമ്മളൊരു കട്ടൻ ചായക്ക് ആഗ്രഹിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഒരു പിടി രാവിലത്തെ ഒരു ഭക്ഷണം ആഗ്രഹിക്കുന്ന സമയം. ഏത് വയസ്സായ ഒരാളല്ലേ. അപ്പം നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ മക്കളോട് എനിക്ക് ആ ഒരു ഇത് പറയാൻ തോന്നി. അവർ വേഗം വാങ്ങിക്കൊടുന്നു, അവരെന്നെ കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളിലും അവർ ചെയ്യാറുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ കാണുകയൊക്കെ വെച്ചാൽ ഒരു ചായ അങ്ങനെ നമ്മൾ പഠിപ്പിക്കണ പോലെ ഇരിക്കും നമ്മളെ മക്കൾ. നമ്മൾ കഴിക്കുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് നമ്മളൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ അത് വലിയ പുണ്യമാണ്. അപ്പം അത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊപ്പം നിൽക്കണം കേട്ടോ.